ഹായ് ഓൾ, ലിയാക്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ബിഹൈൻഡ് സീൻ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ ഓണം പ്രോഗ്രാമിൻ്റെ 2 ദിവസം മുന്നേ ഞാനൊരു ഫ്ലാഷ് ബാക്ക് പ്രൊമോ ഇട്ടിരുന്നു. കണ്ടില്ലേ? കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ബിഹൈൻഡ് സീനാണ് ഇത്. ഞങ്ങളുടെ ഓണം പ്രോഗ്രാം ഒരു 5 days പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ ഞങ്ങളതിൻ്റെ പണി ഒരു 1 month മുന്നേ തന്നെ തുടങ്ങി കേട്ടോ. എല്ലാം ഞങ്ങളുടെ ടീം തന്നെയാണ് ഒരുക്കിയത്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു എക്സിബിഷനായിരുന്നു ചെയ്തത്. എക്സിബിഷൻ പ്ലസ് പ്രോഗ്രാം ആയിരുന്നു. 5 days പ്രോഗ്രാം ആയിരുന്നു. അതിൽ 3 ദിവസം എക്സിബിഷനും 2 ദിവസം പ്രോഗ്രാമും ആയിരുന്നു. ഫസ്റ്റ് ഡേ ഔട്ട്ഡോറും സെക്കൻഡ് ഡേ ഇൻഡോറും ആയിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം. അപ്പം ഞങ്ങളുടെ എക്സിബിഷനിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അതായത് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇപ്പോൾ ചോദിച്ചാൽ ഓണത്തിൻ്റെ സദ്യയിൽ എന്തൊക്കെ വിഭവങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയാമോ? ഇല്ല, ആർക്കും കറക്റ്റായിട്ട് അറിയത്തില്ല. അത്തം മുതൽ 10 ദിനം കഴിയുമ്പോഴാണ് തിരുവോണം വരുന്നത്. അത്തം മുതൽ 10 ദിവസം വരെയുള്ള നാളുകൾ ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയാമോ? അറിയത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങളൊരു എക്സിബിഷൻ ചെയ്തപ്പോഴത്തേക്കും ഓണമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓണസദ്യയുടെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ ചെല്ലും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ഡോക്ടർ ഒരു പാരാസെറ്റമോളോ എന്താണെന്ന് വെച്ചാൽ ഒരു മരുന്ന് കൊടുക്കും, അത് കഴിക്കും. പക്ഷെ നമ്മളങ്ങനായിരുന്നോ? നമുക്കൊരു പനി വന്നാൽ നമ്മുടെ അമ്മമാരങ്ങനെയാണോ ചെയ്തത്? ആടലോടകവും ചുക്കും കുരുമുളകും തുളസിയിലയും എല്ലാം ഇട്ടൊരു കാപ്പി ഉണ്ടാകും. ആ കാപ്പി കുടിച്ചു കഴിഞ്ഞ് ഒരു സുഖം ഉറക്കം കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മാറും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അറിയാമോ എന്താ ആടലോടകം, എന്താ തുളസി? ഇല്ല. അപ്പം നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരെ അങ്ങനെയുള്ള സാധനങ്ങൾ പരിചയപ്പെടുത്തുക. പിന്നെ അക്കാഡമിക്കലി കുറച്ച് എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളും, അതായത് അവർ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ചെയ്യിപ്പിക്കുക എന്നല്ല, അവർക്ക് അതിൻ്റെ ഒരു എക്സിബിഷനോടെ നടത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് പുളിമുട്ടായി, നാരങ്ങ മിഠായി, അങ്ങനെ കുറച്ച് നമ്മുടെ പഴയകാല പൈസ മിഠായി, അതിൻ്റെ ഒരു എക്സിബിഷൻ, പനീർ കൂർക്ക, തുളസി, ചങ്ങലം പെരണ്ട, അങ്ങനെ തുടങ്ങിയ കുറച്ച് കറ്റാർ വാഴ തുടങ്ങിയ കുറച്ച് ഔഷധ സസ്യങ്ങളുടെ എക്സിബിഷൻ, പിന്നെ ഒരു ഫോട്ടോ കോർണർ, പിന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു DJ സെക്ഷൻ. ഇത്രയായിരുന്നു ഞങ്ങളുടെ എക്സിബിഷനിലുള്ളത്. അതിൻ്റെ ബിഹൈൻഡ് പരിപാടികളെല്ലാം ഞങ്ങളുടെ സ്റ്റാഫുകളായിരുന്നു ഞങ്ങൾ ചെയ്തത്. ഞങ്ങളുടെ ക്രൂ എന്ന് പറയുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഒരു ശക്തി എന്ന് പറയുന്നത്, ഞങ്ങളുടെ സ്റ്റാഫുകൾ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ഞങ്ങളൊരു ക്വിസ് കോർണർ കൂടെ സംഘടിപ്പിച്ചു കേട്ടോ. അതിനകത്ത് കുറച്ച് PSC ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, കവികൾ, അവരുടെയൊക്കെ പേരുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു അതിൽ സംഘടിപ്പിച്ചത്. ഇതെല്ലാം എന്തായെന്നറിയണ്ടേ? ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയണ്ടേ? അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ വരെ കാത്തിരിക്കാം. ടാറ്റാ, ബൈ ബൈ.